ഒരു സംവിധായകൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജോണി ചേട്ടൻ ഒരു സംവിധായകനാണ്. ആ സംവിധായകൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് സജഷൻ പറയാൻ കാണുമല്ലോ. ഒരു പുതിയ സംവിധായകൻ ആരോടും അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാവും എപ്പോഴും. ഞാനൊരിക്കലും ഒരു സജഷൻ അടിച്ചേൽപ്പിക്കാറില്ല. ഞാനത് നൈസായിട്ട് പറയും. ഇതിലിപ്പോൾ എനിക്ക് അതുപോലെ പറയണമെന്ന് തോന്നുന്നത്. അവരത് ചിലർ സ്വീകരിക്കും, ചിലർ അതിൻ്റെ ചേട്ടാ ഇങ്ങനെ ചെയ്താൽ, കാരണം ടോട്ടാലിറ്റി എനിക്കറിയില്ലല്ലോ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കുഴപ്പമുണ്ട് അതുകൊണ്ട് അത് ഉപയോഗിക്കുക, അങ്ങനെ പറയുന്നവരുമുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ നൈസായിട്ട് ഒതുക്കത്തിൽ ആരെ ഹർട്ട് ചെയ്യാതെ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു പരിധിവരെ പുതിയ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ച പടങ്ങളിൽ ഇപ്പം 200 പടത്തിൽ അഭിനയിച്ചെങ്കിൽ 100 പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പോൾ പുതിയ ഡയറക്ടേഴ്സാണ് എന്നെ കൂടുതലും വിളിക്കുന്നത്. അപ്പം ഇവരെല്ലാവരും എന്നോട് ഞാൻ ഇവരുടെ പടങ്ങൾ ഇവർക്ക് പടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പം അരുണ്ട് തന്നെ രണ്ടാമത്തെ സിനിമ ഞാനാണ്. അപ്പോൾ അവരുമായിട്ടൊരു ബന്ധം ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. നമ്മളൊരു മനുഷ്യനെ അളക്കുന്നത് എങ്ങനെയാണ്, ഒരു ചിലപ്പോൾ അവർ കഴിവുകൾ ഓരോ മനുഷ്യർക്ക് വ്യത്യസ്തമാണ്. ഒരു കഴിവുകൾ ചിലപ്പം ഒരാൾക്ക് ചിലപ്പോൾ ഇന്ന കഴിവായിരിക്കില്ല, ഒരാൾക്ക് വേറൊരു കഴിവായിരിക്കും. പക്ഷേ ഞാൻ ഇതുവരെ ചെയ്ത ഡയറക്ടേഴ്സിനുമൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് നല്ലൊരു എല്ലാവരും എന്നെ കെയർ ചെയ്തിട്ടുണ്ട്, സ്ഥാനം തന്നിട്ടുണ്ട്. അതിൽ വളരെ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞത് ഒരു പരിധിവരെ ഈ സിനിമയിൽ നമ്മൾ പണ്ട് ഒരുപാട് എഫർട്ടും കഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ എനിക്കൊരു തിരിച്ചൊരു പ്രതിഫലം തന്നുള്ള രീതിയിൽ ഞാനൊരു ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ തൃപ്തനാണ്. നമുക്ക് തൃപ്തിയില്ലായ്മയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വേഷങ്ങൾ, ചില നല്ല വേഷങ്ങൾ വന്നിരുന്നെങ്കിൽ ചില ക്യാരക്ടർ അതൊക്കെ ഭാഗ്യമാണ്. അതും നമ്മൾ ചിലപ്പോൾ അവർക്ക് അയ്യോ നല്ലതൊന്നും വരുന്നില്ല ഈ പടവാനെല്ലാം അപ്പോഴേക്കും നമുക്ക് വരും. അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ ഓർത്തിട്ടുണ്ട് ഈ 3-5 മാസം കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ എന്ത് പറ്റി മൊത്തത്തിൽ ഇതായോ. പക്ഷെ പിന്നീട് അങ്ങോട്ടൊരു ഭയങ്കരമായിട്ട് ആളുകൾ 11 മുതൽ 18 വരെ എന്നൊക്കെ പറഞ്ഞു ബ്ലോക്ക് ചെയ്യുന്നു ഡേറ്റ് അങ്ങനെ ഒരു സാധനം പിന്നെയും വരും. അപ്പോൾ ഞാനിതാ പറയണത്, ആരും ചെറിയൊരു അപജയമോ അല്ലെങ്കിൽ ഒരു മോശാവസ്ഥ വരുമ്പോൾ നമ്മൾ പാനിക്കാവേണ്ട കാര്യമില്ല. നമ്മളൊക്കെ തീയിൽ കുരുത്തതാണെന്നുള്ളൊരു ഓർമ്മയിൽ എന്ത് വന്നാലും നേരിടുമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. കാരണം അതിനൊരു ജീവിതാനുഭവങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു, അവരും നമുക്കും തന്നിട്ടുണ്ട്. മഞ്ജുവിൻ്റെയൊക്കെ ഒരു ജനറേഷൻ അങ്ങനെയാണല്ലോ അല്ലേ, എതിരാളിക്ക് അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതാണ് നമുക്ക് അനുഭവം തന്നെയാണ് നമ്മുടെ കരുത്ത്. അനുഭവങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. എനിക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ തീയിൽ കുരുത്തകാര്യം ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇവർ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞത് ഈ ഒരു നല്ല കമ്പനിയും കൂടെയാണ് ഇതിൻ്റെ. അത് ഞാൻ പറയാം. ഇപ്പോൾ ഇതിനകത്ത് ഈ സിനിമയിൽ ഞാൻ വന്നത് അലക്സ് അച്ചായൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല പൂയപ്പള്ളി ഫിലിം അവരാണ്. പുള്ളിയാണ് എന്നോട് ഈ പറഞ്ഞത് ഈ സബ്ജക്റ്റ് ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നു. ജോണി ഞാൻ ആ സബ്ജക്റ്റ് നമുക്കൊന്നെടുത്ത് സിനിമ ജോണിക്ക് അച്ഛൻ്റെ വേഷം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാണ് ഹീറോ നമുക്ക് രഞ്ജിത്ത് എന്ന പയ്യനുണ്ട്, പുള്ളി ചെയ്താൽ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ അച്ചായനും പ്രാഗരൻ നേച്ചറും ഈ സജീവ് സാർ ആൻമേഡോ ഇവർ 3 പേരും കൂടെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ നമുക്കൊരു കുറവും ഇപ്പോൾ ഡയറക്ടർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്, സിനിമയ്ക്ക് ഒപ്പം നിന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രൊമോഷൻ നടക്കുന്ന സമയത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഈ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രസൻസും കാര്യങ്ങളും ഇത്രമാത്രം. അതായത് ഇനിയും സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ, അത് വിജയിക്കണം, ഈ ആളുകളിലേക്ക് എത്തണം എന്ന് ഇപ്പം ഞാൻ പറഞ്ഞു അഭിനയിച്ചതും അങ്ങനെ സാമ്പത്തികം ഈ വിഷയം ഒന്ന് ആളുകളിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കളാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ട്, കാരണം ഞങ്ങളെ പൊന്നുപോലെ നോക്കിയതാണ് മനസ്സാതെ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കും നല്ലത് വരട്ടെ, സംവിധായകനും നല്ലത് വരട്ടെ, അവർ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നല്ലത് വരട്ടെ. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഒരു ഗംഭീര ഓക്കെ ആയിട്ട് മാറട്ടെ. മെയ് 23 തിയേറ്ററിൽ ചെന്ന് സിനിമകൾ പ്രേക്ഷകർ കാണുക. നേരത്തെ പറയാം, നല്ല സിനിമയാണെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പറയാം. സിനിമയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് പറയും. എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ള മാസമാണ് മെയ്. മെയ്യിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെയ്യിൽ അതൊന്നും പറയൂല. ഓർത്ത് കേട്ടോ, ഭാഗ്യം 13-ാം തീയതി മറ്റന്നാളല്ലേ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ. അല്ല ഞാൻ സാറിന് മറന്നു പോകും. ഇല്ലല്ല ഒന്ന് വിഷയാറേയില്ല, മറന്നു പോകും. പിറ്റേ ദിവസം 14-ാം തീയതി കോൾ വരും, നമ്മുടെ മാത്രം ഓർക്കുകയല്ല. മെയ് ഡേറ്റ് ഓർത്ത് വെക്കാനോ? മെയ് 11. ഓ പിന്നെ ഒരു കേക്ക് മുറിക്കണം ഇവിടെ. ഇന്നലെ എൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങി. 23-ാം തീയതി UK ഒക്കെ ഇറങ്ങി. എൻ്റെ ബർത്ത്ഡേ മന്താണ്. അപ്പൊ എല്ലാം കൊണ്ടും നമുക്കൊരു സന്തോഷമുള്ള ഭയങ്കര ഭാഗ്യവത കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഈ മാസമാണ്.
എൻ്റെ ബർത്ത്ഡേ എന്ത് ഭാഗ്യവതിയാണ് നിങ്ങളൊക്കെ. മെയ് എന്നാന്ന് പറയണോ? ഭാഗ്യം ഞാൻ സ്വീകരിച്ചു, പറ മെയ് എന്നാ. ഭാഗ്യം സ്വീകരിച്ചില്ല. അത് എന്തായാലും മഞ്ജു ഇത് പറഞ്ഞ് വളരെ നന്നായി. ഇന്ന് നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കും. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ പേരിൽ ഒരു കേക്ക് മുറിച്ച് ഉറപ്പായിട്ടും നമ്മൾ ആഘോഷിക്കും. അയ്യോ, അവിടെ നിന്ന് പ്രൊഡ്യൂസർ കൈയാണിക്കുന്നു. എൻ്റെ മെയ് 30 മെയ് 30. നിങ്ങൾ ജെമിനയാണ്, ഞങ്ങൾ ടോറസുകാരാ. ഞാൻ ജൂലൈ 16 വരുന്നേ ഉള്ളൂ. അതെവിടെയാ നിൽക്കണേ? അല്ല ഏറ്റവും ജൂലൈയിൽ വേറെ കാര്യമുണ്ട്. ജൂലൈ 4 CD മൂസ. ജൂലൈ 4 ജൂലൈ. CD മൂസ സെക്കൻഡ് എങ്ങനെയാണ്? ഏതാ CD മൂസ എഴുതി എല്ലാം വരികയാണെങ്കിൽ അതുണ്ടാവും. എഴുതി വരണ്ടേ? എഴുതാൻ തുടങ്ങിയോ? ഇല്ല, എൻ്റെ കാര്യങ്ങൾ സംസാരം നടക്കുന്നത് ഉണ്ടാവും, പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ പറയാനല്ലേ പറ്റുള്ളൂ. ഇതിലാലി ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ശ്രമിക്കുന്നുണ്ട്. ചേട്ടൻ എഴുതാൻ എന്നോട് ഡയറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.